Hey guys, welcome back to my YouTube channel Crazy Vibes with Surya. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്മസ് ആയിക്കഴിഞ്ഞാൽ ട്രീ ഇല്ലാതെ എന്തൊരു ക്രിസ്മസ് ആയല്ലേ. എല്ലാ വീട്ടിലും ഒരു സ്റ്റാർ അതല്ലെങ്കിൽ ഒരു കുഞ്ഞു പുൽക്കൂട് ഒക്കെ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ, കുറച്ച് ലൈറ്റ്സും ഒക്കെ കാണുന്നത്. അപ്പം നമ്മുടെ വീട്ടിലുണ്ടാക്കിയ ഒരു കൊച്ചു ട്രീ മേക്കിങ്ങിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇത്. അങ്ങനെ ഭയങ്കര വലിയ ട്രീ ഒന്നും അല്ല. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിനു മുന്നേ നിങ്ങൾ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്ക് നേരെ നമ്മുടെ ട്രീ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ള ഫസ്റ്റ് പരിപാടി എന്താണെന്ന് നോക്കാം. നമ്മളിവിടെ എടുത്തത് ഇതുപോലത്തെ ചെറിയ ഈറയാണ് കേട്ടോ. ഇവിടെ ഇതിന് ഈറ എന്ന് പറയും, അല്ലെങ്കിൽ മുള പോലെയുള്ള ബാമ്പു പോലെ അതിൻ്റെ ഒരു ഇതിൽ വരുന്ന കേട്ടോ. അപ്പോൾ ഇതാണ് വെട്ടിയെടുത്തത്. ഇതെടുത്തിട്ട് നമ്മൾ സത്യത്തിൽ ഇത് എടുക്കുന്ന സമയത്ത് നമുക്ക് വലിയ പ്ലാൻ ഇല്ലായിരുന്നു. ഇത് വേണോ, സ്റ്റിക്ക് വേണോ, അതല്ലെങ്കിൽ PVC പൈപ്പൊക്കെ വെച്ചിട്ട് വേണോ എന്നുള്ളതൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷേ പൈപ്പ് വെറുതെ മുറിച്ച് കളയേണ്ട, ഇതാകുമ്പോൾ നമുക്ക് പിന്നെ പോയാലും കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് നമ്മൾ എടുത്തത്. അപ്പം ഞാനും എന്താ പറയുക, കസിൻ ചേട്ടനും പിന്നെ അഡോണിസും ഞങ്ങളെല്ലാവരും കൂടെ കൂടിയിട്ടാണ് ഇത് കണ്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോയത് കേട്ടോ, വെട്ടിയെടുക്കാൻ വേണ്ടി പോയത്. അവൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. പിന്നെ പല്ല് പോയത് കൊണ്ട് എപ്പോൾ ഞാൻ ഫോൺ പിടിച്ചാലും നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള കാറ്റ് പോകുന്ന ചിരിയൊക്കെ തരും കേട്ടോ. അങ്ങനെ അവനിവിടെ കയറി വെയിറ്റ് ചെയ്യുക. ബ്രദർ അവിടെ നിന്ന് ഫുൾ അതെല്ലാം കട്ട് ചെയ്ത് സെറ്റാക്കി എടുക്കുക കേട്ടോ. നമ്മുടെ വീട്ടിൽ ഇത് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അമ്മച്ചിയുടെ വീട്ടിൽ നിന്നാണ് കേട്ടോ എടുത്തത്. പുള്ളിക്കാരിയുടെ വീട്ടിൽ ഇങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം കാണും, അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. അപ്പോൾ നമ്മളിത് വെട്ടി ഒരുക്കി ഇതിൻ്റെ ആ ഒരു ശിഖരങ്ങളൊക്കെ ഉണ്ടാവും, അതെല്ലാം കംപ്ലീറ്റ് കളഞ്ഞു. പിന്നെ ഇവിടെയാണ് എനിക്കൊരു കാര്യം പറയാനുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ വലിയ ബാസ്ക്കറ്റോ അതല്ലെങ്കിൽ ബക്കറ്റോ അതല്ലെങ്കിൽ വലിയ ബാസ്ക്കറ്റിൻ്റെ അടപ്പില്ല, അടപ്പിയുടെ അടപ്പായാലും എടുക്കാം. അതിൻ്റെ മുകളിൽ ഇങ്ങനെ സ്റ്റിക്ക് വെച്ചിട്ട് ഇതുപോലെ വെട്ടിയെടുത്ത് മുകളിൽ മുറുക്കെ ടൈ ചെയ്താൽ മതി. താഴെയും നന്നായിട്ട് ടൈ ചെയ്യണം കേട്ടോ. അപ്പോൾ അതിന് മുന്നേ നമ്മളിതൊന്ന് നോക്കുകയാണ്, അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് നോക്കുക എല്ലാം സെറ്റ് ആവുന്നു. നമ്മളിവിടെ ഒരു 3-4 ആ മുള വെട്ടിയെടുത്തത് ആക്സോ ബ്ലേഡ് വെച്ച് കട്ട് ചെയ്തിട്ട് കുറച്ച് സെപ്പറേറ്റ് ആക്കി ഇങ്ങനെ എന്താ പറയുക, ഓരോരോ സ്റ്റിക്കാക്കി എടുത്തു. ഇനിയും വലിയ വളവൊന്നും ഇല്ലാത്ത നല്ല സ്റ്റിക്ക് കിട്ടുവാണെങ്കിൽ, അതായത് നല്ല കമ്പൊക്കെ നിങ്ങളുടെ അവിടെ വെട്ടിയെടുക്കാനുണ്ടെങ്കിൽ അതായാലും മതി കേട്ടോ. പിന്നെ PVC പൈപ്പ് നിങ്ങൾ ആ ലെവലിൽ ഉണ്ടെങ്കിൽ അത് എടുത്തോളൂ. പിന്നെ അതിന് വേണ്ടിയിട്ട് അത് മുറിച്ച് കട്ട് ചെയ്ത് വേസ്റ്റ് ആക്കണ്ട കേട്ടോ. പിന്നെ അതൊക്കെ റീയൂസ് ചെയ്യണമെങ്കിൽ ഭയങ്കര പണിയായി പോവും. ഇവിടെ ഒരാൾ പിന്നെ എന്തെങ്കിലും ഒരു പരിപാടി ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അത് ചെയ്യാൻ വേണ്ടിയിട്ട്. ആക്സോ ബ്ലേഡ് വെച്ചിട്ട് ഇത് അവൻ അവിടെ ഒരു സ്റ്റിക്ക് ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇതിന് സഹായിക്കാൻ വേണ്ടിയിട്ടൊന്നല്ല കേട്ടോ, വെറുതെ നോ യൂസ്. നമ്മളിവിടെ എടുത്തതേ ഒരു ബാസ്ക്കറ്റാണേ. ഇതുപോലത്തെ ബക്കറ്റോ യൂസ് ചെയ്യാത്ത എന്താ പറയുക, നമ്മൾ വേസ്റ്റൊക്കെ ഇടുന്ന വേസ്റ്റ് ബാസ്ക്കറ്റോ എന്തായാലും മതി. അത് നന്നായിട്ട് ഒന്ന് എടുത്ത് വെക്കുക. അതിന് ശേഷം നമ്മൾ ഇതുപോലെ ആ സ്റ്റിക്കുകൾ നിരത്താം. പിന്നെ നടുക്ക് കുറച്ചുകൂടെ കൂടി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെറുതെ അവിടെ ഒരു മൺകല ഇരിപ്പുണ്ടായിരുന്നു. കഴിഞ്ഞ ഓണത്തിന് എന്തോ ഉറിയടിയോ സംതിങ് എന്താണ് നടത്തിയിട്ട് വെച്ചതാ. അപ്പോൾ അത് അതിൻ്റെ മുകളിൽ വെച്ചു കേട്ടോ. ഇവിടെ നമ്മൾ എടുത്തേക്കുന്നത് ഈ ഒരു ടൈപ്പിൽ വരുന്ന ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻ ഐറ്റംസിൽ നമുക്ക് ചെന്ന് കഴിഞ്ഞാൽ എല്ലായിടത്തും വാങ്ങാൻ കിട്ടുന്ന ഈ ഒരു സംഭവമില്ലേ, എന്താ ഇതിന് പറയുന്നതെന്ന് സത്യത്തിൽ എനിക്കറിയില്ല കേട്ടോ. എന്ത് കുന്തം ആയാലും ഇതാണ് ഞങ്ങൾ വാങ്ങിയത്. ഇതിൻ്റെ എക്സാക്റ്റ് ഒരു ഗ്രീൻ കളറിൽ ഭയങ്കര ഫ്രില്ല് പോലെയൊക്കെ ഇരിക്കുന്നതുണ്ട്, അത് വേണമെങ്കിൽ എടുക്കാം. പക്ഷെ നമ്മൾ ഒരു എന്താ പറയുക, ക്രിയാത്മകമായിട്ട് ചിന്തിച്ചാട്ടോ. ചെറുതായിട്ട് ഇങ്ങനെ സ്നോയൊക്കെ വന്ന പോലെ ഇരിക്കുമല്ലോ ട്രീയുടെ മുകളിൽ. അപ്പോൾ ദൂരെന്ന് കാണുമ്പം പകലൊരു രസം ഉണ്ടായിരുന്നേ. രാത്രിയിൽ ആ ലൈറ്റ്സും കൂടെ വരുമ്പോൾ നല്ലതായിരുന്നു. അപ്പം നമ്മൾ ഇതിലെ ഒരു എന്താ പറയുക, ഒരു 8 എണ്ണം തികച്ചെടുത്തിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ 8 എണ്ണം ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ എന്നാലും അത് ഫുൾ നമുക്ക് വേണ്ടി വന്നില്ല. നമ്മൾ ഒരു കുഞ്ഞു ട്രീ ആണ് ഇട്ട് ഏകദേശം സിറ്റ് ഔട്ടിൽ ഇങ്ങനെ വെക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് എടുത്ത് പൊക്കാനും ഒക്കെ എളുപ്പമായിരിക്കണമല്ലോ. അപ്പോൾ കുഞ്ഞൊരു ട്രീ ആയിട്ട്. പിന്നെ അഡോണിസിന് നിന്ന് കഴിഞ്ഞാൽ അവന് ഓക്കെ ആയിരിക്കണം, അവനെക്കാട്ടിൽ ഭയങ്കര ഹൈറ്റിൽ വേണ്ടാന്നുള്ളത് പുള്ളിക്കാരൻ്റെ ഒരു എന്താ പറയുക, ഒരു ഡിമാൻഡായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ട്രീ ഡെക്കറേറ്റ് ചെയ്യാനായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ, ഇങ്ങനത്തെ മണി അങ്ങനെയൊക്കെ വാങ്ങിട്ടോ. പിന്നെ ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ എവിടെയെങ്കിലും ബേക്കേഴ്സിൽ പോവുകയാണെങ്കിൽ ഈ ആശ്വാസിൻ്റെ ഐറ്റംസ് ഇല്ലേ, എന്തൊരു ടേസ്റ്റാണെന്നറിയാം അവരുടെ ചിപ്സിനൊക്കെ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എനിക്ക് ഈ അച്ചപ്പം ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമുക്ക് വായിലോട്ട് ഇടുമ്പോഴേ ഭയങ്കര ക്രിസ്പി ആയിട്ട് കുഞ്ഞു അച്ചപ്പം, ഭയങ്കര ടേസ്റ്റി, ഭയങ്കര എന്താ പറയുക, നമ്മൾ ഈ അമ്പലങ്ങളിൽ നിന്നൊക്കെ കിട്ടുന്ന ഉണ്ണിയപ്പം ഒക്കെ ഒരു ഡിവൈൻ ടേസ്റ്റ് ഇല്ലേ, അതുപോലെ നല്ല രസമായിരുന്നു. അങ്ങനെ നമ്മുടെ വീട്ടിലെ ട്രീ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറേ ചെറിയ ചെറിയ ബോൾസും കുറച്ച് ബെല്ലും അങ്ങനെ കുറേ ലൈറ്റ്സും ഒക്കെ ഇട്ടപ്പോൾ
അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ ഈ ട്രീ ഉണ്ടാക്കുന്നതും വീട്ടിൽ ഈ അത്തപ്പൂക്കളം മേക്കിങ് ഇതൊക്കെ വീട്ടുകാരൊത്ത് എല്ലാവരും കൂടെ സംസാരിച്ചൊക്കെ ഇരുന്ന് ചെയ്യുന്നതിൻ്റെ സന്തോഷം നമ്മളൊരു കടയിൽ പോയി ഫുള്ളായിട്ട് വാങ്ങിക്കൊണ്ടുവന്ന് പെട്ടെന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ട് കിട്ടുന്നത് എനിക്ക് അത്ര ഇഷ്ടമല്ല. എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള പരിപാടീസാണ് ഇഷ്ടം. പിന്നെ നമ്മുടെ വീട്ടിൽ വെച്ചത് മാത്രമേ ഉള്ളൂ കേട്ടോ, അല്ലാതെ ഒരു ട്രീ ഇവിടെ നേരത്തെ ഉണ്ടായിരുന്നത് അങ്ങനെ വെച്ചതാണ്. ഇത് നമ്മൾ മേക്ക് ചെയ്ത് ഫുൾ പരിപാടീസും ഉണ്ടാക്കിയെടുത്താൽ കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ, നിങ്ങളുടെ വീട്ടിൽ ട്രീ ഇട്ടോ എന്നൊക്കെ ഉള്ളത് കമൻറ്റ് ചെയ്യണേ. സോ ബൈ.